Dear students, welcome to my class. So I am starting your open course with the topic General Introduction to Mosquitoes. നിങ്ങളുടെ സിലബസിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ സെക്ഷൻ ബിയിൽ 4th ചാപ്റ്റർ ആയിട്ട് ഒരു ടോപ്പിക് വരുന്നുണ്ട്, വെക്ടർ ബോണി ഡിസീസസ്. ആ വെക്ടർ ബോണി ഡിസീസസിൽ 3 ടൈപ്പ് മോസ്കിറ്റോസ് പരത്തുന്ന രോഗങ്ങൾ, അതിൻ്റെ കൺട്രോളാണ് വരുന്നത്. അപ്പം ആ ക്ലാസ്സിന് മുമ്പായിട്ട് എന്താണ് മോസ്കിറ്റോസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ ക്ലാസ് ആണ് ഫസ്റ്റ് ഞാൻ തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ മോസ്കിറ്റോസ്? എന്താണ് മോസ്കിറ്റോസ്? മോസ്കിറ്റോസ് എന്ത് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ്? അതൊരു ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, അതോ എന്തെങ്കിലും വലിയ ആനിമൽ ആണോ, പ്ലാന്റ് ആണോ? എന്താണ് മോസ്കിറ്റോസ് എന്ന് പറഞ്ഞാൽ? യെസ്, മോസ്കിറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ്. ആൻഡ് ഹൗ ദേ ആർ പോപ്പുലറൈസ്ഡ്. എങ്ങനെയാണ് അവർ, നമുക്ക് മോസ്കിറ്റോസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മനസ്സിൽ എന്താ പെട്ടെന്ന് വരിക? യെസ്, ദേ ജനറലി ഫീഡ്സ് അപ്പോൺ അവർ ബ്ലഡ്, അല്ലേ? നമ്മുടെ ബ്ലഡ് മാത്രമല്ല, ഒരുപാട് ആനിമൽസിൻ്റെ ബ്ലഡ് ഫീഡ് ചെയ്യുന്ന ഒരു ഓർഗാനിസാണ് ഒരു ടൈപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനെയാണ് നമ്മൾ മോസ്കിറ്റോസ് എന്ന് പറയുന്നത്. Okay, we know that our earth is provided with millions and millions of insects. For example, butterflies, dragonflies, bugs, leaf hoppers, plant hoppers, etc. A lot of ഒരുപാട് ഓർഗാനിസം ഉണ്ട് നമ്മുടെ ലോകത്ത്, അല്ലേ? അപ്പോൾ ഈ ഓർഗാനിസിനൊക്കെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ മോസ്കിറ്റോസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബട്ടർഫ്ലൈ എടുക്കുക, അല്ലെങ്കിൽ ഒരു തുമ്പിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രാസ് ഹോപ്പറിനെ കമ്പയർ ചെയ്യുക, ഒരു ബഗിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് മോസ്കിറ്റോസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ ദേ ആർ പോപ്പുലർലി കോൾഡ് ലിറ്റിൽ ഫ്ലൈസ്. ദേ ആർ കോൾഡ് ലിറ്റിൽ ഫ്ലൈസ്. നമ്മുടെ ലോകത്ത് ഏതാണ്ട് 3500 സ്പീഷീസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3500 സ്പീഷീസുകളെ 41 ജനറകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്താണ് ജനറ എന്നറിയോ? നമ്മളിപ്പോൾ ഈ മോസ്കിറ്റോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈഡിസ് ഈജിപ്തി, ഈഡിസ് മൊസ്കിറ്റോ, ക്യുലസ് മൊസ്കിറ്റോ, അനോഫിലസ് മൊസ്കിറ്റോ. എന്തൊക്കെയാണ് ഈ ഡിഫറൻസ്? ഈ 3 മോസ്കിറ്റോസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ജീനസ് നെയിം വെച്ചിട്ടാണ്, അല്ല? അവർ ഓരോ മോസ്കിറ്റോസും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ ഓരോ പേരിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏഡീസ് എന്ന് പറഞ്ഞത് ഈഡിസ് ജനറ എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പിൽ വരുന്നതാണ്. ക്യുലക്സ് മോസ്കിറ്റോസ് എന്ന് പറഞ്ഞാൽ ക്യുലക്സ് എന്ന് പറയുന്ന ജനറാലിൽ വരുന്നതാണ്. അനോഫിലസ് മോസ്കിറ്റോസ് എന്ന് പറഞ്ഞെങ്കിൽ അനോഫിലസ് എന്ന് പറഞ്ഞ ജനറാലിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 41 ജനറകളെയാണ് നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ മോസ്കിറ്റോസിനെയും ഇതുപോലെ 41 ജനറകളായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണ്ട, എന്നാലും ഞാൻ പറയാണ്. ഓർഡർ ഡിപ്റ്റീറ. ഡിപ്റ്റീറ എന്ന് പറഞ്ഞെങ്കിൽ 2 വിങ്സ് ഉള്ള, അല്ലെങ്കിൽ ഒരു പെയർ വിങ്സ് ഉള്ള ഗ്രൂപ്പിനാണ് നമ്മൾ ഡിപ്റ്റീറ എന്ന് പറയുന്നത്. ആ ഡിപ്റ്റീറ എന്ന് പറഞ്ഞ ഓർഡറിൽ ക്യുലിസിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഈ മോസ്കിറ്റോസിനെ നമ്മൾ മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് മോസ്കിറ്റോസ് ബാക്കിയുള്ള ഇൻസെക്റ്റുകൾ, ഫ്ലൈയിങ് ഇൻസെക്റ്റുകളായിട്ട് അതിന് മാത്രം കാണുന്ന യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മളൊരു ഇൻസെക്റ്റിനെ മോസ്കിറ്റോ ആണെന്ന് പറയാം? അതിനെ നമ്മൾ മെയിനായിട്ട് 5 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലെൻഡർ സെഗ്മെൻറ്റഡ് ബോഡി. ഇതൊരു ബോഡി നോക്കൂ, അതിൻ്റെ ഒരു മോസ്കിറ്റോൻ്റെ മോർഫോളജിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് വളരെ ലോങ് ആണ്, സ്ലെൻഡർ ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു ബോഡി ഒരു ഹൗസ് ഫ്ലൈ, ഒരു ഈച്ചയുടെയോ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈയുടെയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ഇലോങ്ങേറ്റഡോ ലോങ് ആയിരിക്കില്ല. അപ്പം ഇങ്ങനത്തെ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതൊരു ക്യാരക്ടറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 1 പെയർ ഓഫ് വിങ്സ്. ഒരു പെയർ വിങ് മാത്രമേ മോസ്കിറ്റോസിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇത് നോക്കൂ, ഇതാണ് ശരിക്കും ഒരു ഫ്ലൈയിങ് ഇൻസെക്റ്റിൻ്റെ വിങ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതിന് 2 ടൈപ്പ് വിങ് ഉണ്ടാവും. 4 വിങ് ആണ് ഫസ്റ്റ് പെയറിനെ പറയുക, ഹൈൻ വിങ് ആണ് സെക്കൻഡ് പെയറിനെ പറയുക. പക്ഷേ ഇവിടെ ഈ ഹൈൻ വിങ് എന്ന് പറയുന്ന സ്ട്രക്ചർ മോസ്കിറ്റോസിൽ റെഡ്യൂസ് ചെയ്തിട്ട് വേറൊരു സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ഹാൾട്ടേഴ്സ്. So instead of hind wings, here you can see that a pair of halters, that is a reduced hind wing.
അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോസ്കിറ്റോ ഫ്ലൈ ചെയ്യണ സമയത്ത് ഈ 4 വിങ്സ് വെച്ചിട്ട് മാത്രമാണ് ഇത് ഫ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫ്ലൈ ചെയ്യണ സമയത്ത് അതിനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. So the halters are generally reduced or modified hind wing, and these are generally adapted here for aiding or for helping the forewings, for helping the forewings for balancing when during flight. So one pair of wings, one pair of halters. Then it is provided with 3 pair of legs. അപ്പോൾ ശരിക്ക് ഇതിൻ്റെ ബോഡീനെ നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് പറയേണ്ടതായിരുന്നു. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഈ ഹെഡ് എന്ന് പറയുന്നതാണ് ഈ റീജിയൻ, തൊറാക്സ് എന്ന് പറയുന്നത് ഈ റീജിയൻ, അബ്ഡോമൻ എന്ന് പറയുന്നത് ഈ റീജിയൻ. ഈ ഹെഡിൽ നിന്നാണ് ഈ എന്താ പറയുക ആൻറ്റിന, പ്രബോസിസ് എന്ന് പറയുന്നത്. ഇത് പ്രബോസിസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ മൗത്ത് പാർട്ടാണ്. ആൻറ്റിന എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ നമ്മളുടെ ഫുഡിൻ്റെ ക്വാളിറ്റി അറിയാനും അതുപോലെ ഗ്യാസിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ പ്രസൻസും അറിയാനും അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സെൻസിങ് മെക്കാനിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റിന എന്ന് പറയുന്നത്. പ്രബോസിസ് എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു ഈ മോസ്കിറ്റോസ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളെ ബൈറ്റ് ചെയ്യുക. അപ്പോൾ ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പിയേഴ്സ് ചെയ്ത് പോകണം ഇതിൻ്റെ മൗത്ത് പാർട്ട്. അപ്പോൾ അതിനു വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പ്രബോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും, പിന്നെ ഐസ്. അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഹെഡ് റീജിയനിൽ കാണുന്നത്. തൊറാക്സ് എന്ന് പറയുന്നത് അതിന് മിഡിൽ റീജിയൻ. ഈ മിഡിൽ റീജിയനിൽ നിന്നാണ് നമ്മളെ ലെഗ്സ്. ഇപ്പോൾ ഇതൊരു ഇൻസെക്റ്റ് ആയതുകൊണ്ട് എല്ലാ ഇൻസെക്റ്റിനും 6 കാലുകളാണ് ഉണ്ടാവുക. അതായത് 3 പെയർ, ഫസ്റ്റ് പെയർ അത്, സെക്കൻഡ് പെയർ അത്, തേർഡ് പെയർ അത്. അപ്പോൾ ഈ 3 പെയർ ലെഗുകളും പിന്നെ ഒരു പെയർ വിങ്സുമാണ് ഈ ഏതിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്, തൊറാക്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അബ്ഡോമൻ. ഈ അബ്ഡോമൻ ആണ് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സും എല്ലാം, പിന്നെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്, സ്പൈറക്കിൾസ് പോലുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് ഈ അബ്ഡോമൽ റീജിയനാണ്. നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ഒന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ മൗത്ത് പാർട്സ് ആണ് പിന്നെ ഒരു യുണീക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇൻസെക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മൗത്ത് പാർട്സ് വളരെ മോഡിഫൈഡ് ആണ്. ദിസ് ഈസ് ജനറലി മോഡിഫൈഡ് ഫോർ പിയേഴ്സിങ് ഇൻ ടു ദ ഹോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഏത് ഓർഗാൻസിനാണ് ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പിയേഴ്സിങ് ആയിട്ടുള്ള ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള മൗത്ത് പാർട്ടാണ് ഇതിൽ കാണുന്നത്. ദെൻ എന്താണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ? അപ്പം ശരിക്ക് നമ്മൾ ഈ മെയിലും ഫീമെയിൽ മോസ്കിറ്റോസ് ഉണ്ടാവും. ഫീമെയിൽ മോസ്കിറ്റോസ് മാത്രമാണ് നമ്മളെ ബൈറ്റ് ചെയ്യുന്നത്. മെയിൽ മോസ്കിറ്റോസ് എന്ന് പറഞ്ഞാൽ അവർ ഈ പ്ലാൻ ജ്യൂസുകൾ, നിങ്ങൾ ഒരുപാട് ഈ ഗ്രാസ് ഏരിയയിലൊക്കെയും നന്നായിട്ട് കൊതുകിനെ കാണാം അല്ലേ, മോസ്കിറ്റോസിനെ കാണാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൽസ് എന്ന് പറയുന്നത് പ്ലാൻ ജ്യൂസുകളും അതുപോലെ ഫുഡ് സെക്രീഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത്. ഫീമെയിൽസിന് മാത്രമാണ് ഈ ബ്ലഡിൻ്റെ ആവശ്യകതയുള്ളത്. അതെന്താണെന്നുള്ളത് നമ്മൾ പറയാം. ശരിക്കും ഇതിൻ്റെ ലൈഫ് സൈക്കിൾ 4 സ്റ്റേജുകളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെറ്റമോർഫോസിസ് അല്ലേ, എഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട്, അങ്ങനെ 4 സ്റ്റേജുകളിലായിട്ടാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏകദേശം 10-14 ദിവസം കൊണ്ട് എഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് അത് അഡൽട്ടായിട്ട് പുറത്തേക്ക് വരും. അപ്പം ഈ 4 സ്റ്റേജുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ 3 സ്റ്റേജുകൾ, അതായത് എഗ്, ലാർവ, പ്യൂപ്പ എന്ന് പറഞ്ഞ 3 സ്റ്റേജുകൾ നടക്കുന്നത് വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് the first 3 stages of the life cycle is completely depend upon the water. The rest, the only adult is having the terrestrial or aerial mode. ഏരിയൽ അല്ലെങ്കിൽ എയറിൽ കാണുന്ന ഒരേ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അഡൽട്ട് സ്റ്റേജ് മാത്രമാണ്. ബാക്കി എല്ലാ സ്റ്റേജുകളും കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ ഈ മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന വാട്ടറുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാമെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ഇത്രയും ഈ എഗ്ഗും ലാർവ പ്യൂപ്പയുടെ ഒക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ എങ്ങനെയാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കാം. അവർ ആദ്യം തന്നെ ഫീമെയിൽ ലേ എഗ്സ് ഓൺ ദ വാട്ടർ സർഫസ്, എന്നത് വാട്ടറിലുള്ള എന്തെങ്കിലും ബോഡീസിലോ അല്ലെങ്കിൽ വാട്ടർ സർഫസിലോ ഇവരെന്ത് ചെയ്യും, ഇവർ എഗ്ഗ് ലേ ചെയ്യും. എഗ്ഗ് ലേ ചെയ്യുന്നത് ഏകദേശം ഒരു ദിവസം മുതൽ 4 ദിവസം വരെയാണ് എഗ്ഗിൻ്റെ ലൈഫ് സൈക്കിൾ പറയുന്നത്. അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മെറ്റമോർഫോസ് ചെയ്തിട്ട് ലാർവയായിട്ട് മാറും. അപ്പം ലാവൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നത് 7 ദിവസത്തിലാണ്. ഈ 7 ദിവസത്തിൽ 4 സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ലാവൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുക.
അപ്പോൾ ഈ ലാവൽ സ്റ്റേജിൽ ഇത് എന്താ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഈ ലാവ വെള്ളത്തിലാണല്ലോ, അപ്പോൾ അത് വെള്ളത്തിലുള്ള ആൽഗെ അതുപോലെ ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ അത് ഫീഡ് ചെയ്യും. അപ്പം ഏതൊരു ഇൻസെക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാവൽ സ്റ്റേജ് ആണ് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വൊറേഷ്യസ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം ആ ടൈമിലാണ് അത് മാക്സിമം ഫുഡ് കഴിക്കുക. കാരണം എന്തുകൊണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാർവ എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് പ്യൂപ്പയിലേക്കാണ്. പ്യൂപ്പ നമുക്കറിയാം, അതൊരു നമ്മൾ പറയാറുണ്ട് സന്യാസി അല്ലേ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്കാണ് പോകുന്നത് പ്യൂപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്യൂപ്പൽ സ്റ്റേജിൽ അത് ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൂടി ഈ ലാവൽ സ്റ്റേജിൽ കഴിക്കും. ഈ പ്യൂപ്പൽ സ്റ്റേജ് എന്ന് പറയുന്നത് 3 ദിവസം 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിലാണ് ഈ പ്യൂപ്പൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പ്യൂപ്പൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്യൂപ്പൽ സ്റ്റേജിൻ്റെ ഈ പ്യൂപ്പൽ ഒരു കവറിങ് ആയിരിക്കും, ആ കവറിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഓർഗാനിസം കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പ്യൂപ്പൽ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഓർഗാനിസം ഈ പ്യൂപ്പയുടെ ആ മുകളിലത്തെ കവറിങ് എക്സോസ്കെലട്ടൺ അത് സ്പിയേഴ്സ് അത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അഡൽട്ട് പുറത്തോട്ട് വരുന്നത്. അഡൽട്ട് വിൽ എമർജസ് ഔട്ട് by breaking the skin of the pupa. Okay, then അഡൽട്ട് ഏരിയൽ ഹാബിറ്റിലേക്ക് പറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത റോൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ പിയേഴ്സ് ദ സ്കിൻ ഓഫ് ദ ഹോസ്റ്റ്. ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിച്ചെങ്കിലും ഹ്യൂമൻസ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ബേർഡോ വേറെ ഏതെങ്കിലും വെർട്ടിബ്രേറ്റ് ആനിമൽസ് ആയിരിക്കാം. അവരെ സ്കിന്നിലേക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ പ്രബോസിസ് കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ മൗത്ത് പാർട്ട്, ഈ പ്രബോസിസ് വെച്ചിട്ട് പിയേഴ്സ് ചെയ്യും, എന്നിട്ട് ബ്ലഡ് സെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബ്ലഡ് എന്തിനാണ് ഈ ബ്ലഡ് ആവശ്യം? ശരി, ഞാൻ പറഞ്ഞു ഫീമെയിൽസ് ആണ് മെയിനായിട്ട് ഇവരെ ഈ ബ്ലഡിൻ്റെ ആവശ്യകത ഉള്ളത് ഫീമെയിൽസാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡിന് ഈ എഗ്ഗിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എന്ത് വേണം? ഹ്യൂമൻ ബ്ലഡ് അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫീമെയിൽ മോസ്കിറ്റോസ് ബൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മോസ്കിറ്റോസിൻ്റെ ഒവിനിയൽ അതായത് സലൈവ ഈ ഹോസ്റ്റ് ഓർഗാനിസിൻ്റെ ബ്ലഡിലേക്ക് എത്തും. ആ സമയത്താണ് നമുക്ക് ഈ ചൊറിച്ചിൽ ഇച്ചിങ് സെൻസേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ റാഷസുകളൊക്കെ ഉണ്ടാകുന്നത് ഈ മൊസ്കിറ്റോ അതിൻ്റെ സലൈവ നമ്മുടെ ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ സലൈവ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില പാത്തോജൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലേറിയ ഒക്കെ കേട്ടിട്ടില്ലേ, മലേറിയ, ഫൈലേരിയാസിസ്, ഡെങ്കി ഫീവർ. അപ്പോൾ ഇതിനൊക്കെ കോസ് ചെയ്യുന്നത് ചില വൈറസുകളോ അല്ലെങ്കിൽ സിക്ക വൈറസൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ ചില വൈറസുകളാണ് ഇതിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വൈറസുകളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു റോളും കൂടിയും എന്തിനുണ്ട്? ഈ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന സമയത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള പാത്തോജൻസിനെ ഇത് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ വെക്റ്റർ എന്ന് പറയുന്നത്. വെക്റ്റർ അല്ലെങ്കിൽ വെക്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരിയർ ഓഫ് ദിസ് പാത്തോജൻ. ഈ ഇത്തരത്തിലുള്ള പാത്തോജൻസിനെ ക്യാരി ചെയ്യുന്നത് കൊണ്ട് ക്യാരി ചെയ്തിട്ട് എന്തുണ്ടാക്കും? ആ ഹോസ്റ്റിൽ അല്ലെങ്കിൽ ഹ്യൂമൻസിലാണെങ്കിലോ വെർട്ടിബ്രേറ്റ് ആനിമൽസിലാണെങ്കിലോ എന്തെങ്കിലും ഒരു അസുഖം അതുണ്ടാക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെക്റ്റർ ബോണി ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോസ്കിറ്റോസിനെ വെക്റ്റർ ബോണി ഓർഗാനിസംസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ബിക്കോസ് ദേ ആർ ഏബിൾ ടു ട്രാൻസ്മിറ്റ് ഓർ ട്രാൻസ്ഫർ ദീസ് കൈൻഡ്സ് ഓഫ് പാത്തോജൻസ്. ഓക്കെ, ഇപ്പോൾ മലേറിയ എടുക്കാം. മലേറിയ എന്ന് പറഞ്ഞുള്ള അസുഖം ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തോജനാണ്. അപ്പോൾ ഈ പാത്തോജനെ മോസ്കിറ്റോ ബൈറ്റിൻ്റെ സമയത്ത് അതിൻ്റെ സലൈവേൻ്റെ ഒപ്പം ഈ പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാത്തോജൻ ഈ ഹ്യൂമൻസിൻ്റെ ബ്ലഡിലേക്ക് എത്തും. ബ്ലഡിലേക്ക് എത്തിയെങ്കിൽ പിന്നെ ലിവറിൽ പോയിട്ട് അതിൻ്റെ ഈ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടന്നിട്ട് മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഈ ഹ്യൂമൻസിൽ ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറസുകളെ മൈക്രോ ഓർഗാനിസിനൊക്കെ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് ദേ ആർ കോൾഡ് വെക്ടേഴ്സ്. സോ മോസ്കിറ്റോസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ they are actually the vectors of many diseases, or they are the carriers of many diseases because they are able to transfer these kinds of pathogens. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഐഡിയ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഏതൊക്കെ മെയിനായിട്ട് നിങ്ങൾ സിലബസിൽ 3 മോസ്കിറ്റോസ് ആണ് പറയുന്നത്, ഈ 3 മോസ്കിറ്റോസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.